പോതല്ലേ അകത്ത്. ചാക്കോ, ബാക്കിയുള്ളവരോട് ഗസ്റ്റ് ഹൗസിൽ വരാൻ പറയൂ. യെസ് സർ. മിസ്റ്റർ അലക്സ്, സിറ്റ് ഡൗൺ. സർ. മുതലാളി എന്നോട് പറയാൻ പറഞ്ഞതുപോലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല വയ്ക്കൂ. Alex, I will see you in the yes, office. Sir. ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഈ ഡിവൈഎസ്പി വർമ്മ ഒരു നല്ല മനുഷ്യനാണെന്ന്. പല പ്രമാദമായ കേസുകളും തെളിയിച്ചിട്ടുള്ള ആളാണ്. ശങ്കരേട്ടനെ അറിഞ്ഞുടഞ്ഞിട്ടാണ്. അവസരപ്പച്ചന് പണമുണ്ട്, സ്വാധീനമുണ്ട്, ആൾബലമുണ്ട്. ആരെ വേണമെങ്കിലും വിലയ്ക്ക് വാങ്ങിക്കും. അല്ല, അതിനിപ്പോ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ നിവേദനം വർമ്മയെ നേരിട്ട് ഏൽപ്പിക്കണം. അതിന്റെ പകർപ്പ് ഐജിക്ക് ഹോം മിനിസ്റ്റർക്കും അയക്കണം. വേണമെങ്കിൽ ഒരു കോപ്പി പത്രക്കാർക്ക് അയച്ചേക്കാം. പത്രത്തിൽ വന്നോട്ടെ. പത്രത്തിൽ വന്നു കഴിഞ്ഞു. ഇന്നത്തെ പത്രത്തിലും ഉണ്ടായിരുന്നു. തോമാച്ച, അങ്ങനെയാണെങ്കിൽ നാളെ നമുക്ക് ഡിവൈഎസ്പിയെ കണ്ട് ഒരു നിവേദനം കൊടുക്കാം. വിളിക്ക്. ആരുമില്ലേ ഇവിടെ? നീ അങ്ങോട്ട് ചെല്ലി. നിങ്ങൾ അങ്ങോട്ട് ചെല്ലി മനുഷ്യ, എനിക്ക് വയ്യ. ഒന്ന് ചെല്ല്. എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാ മതി. ചെല്ല്. ശ്രീധരൻ എവിടെ? അകത്തുണ്ട്. ഡിവൈഎസ്പി വർമ്മ സാർ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്. ശ്രീധരനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ചേട്ടന് നല്ല സുഖമില്ല. ഡിവൈഎസ്പി വിളിക്കുമ്പോ സുഖമില്ലെന്നോ? വിളിച്ചോണ്ട് വാടി ഇങ്ങോട്ട്. എന്താടി? വേഗം അങ്ങോട്ട് ചെല്ലാൻ. ഡിവൈഎസ്പി സാർ ഗസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുകയാണെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? അവിടെ നിന്നേ ഒരു കാര്യം. ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ പോണ്ട. എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ തൊടാതെ പറഞ്ഞാൽ മതി. നമ്മൾ അവരുടെ കുടികിടപ്പുകാരാ. ആവശ്യമില്ലാത്ത വല്ലതൊക്കെ പറഞ്ഞാലേ ഈ അയലവക്കത്ത് കടന്നു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഓ പിന്നെ. അപ്പോൾ നാരായണന്റെ അഭിപ്രായം ഓമനിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് അല്ലേ? അങ്ങനെ വിശ്വസിക്കാനേ തരമുള്ളൂ സാർ. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാരണം വേണ്ടേ? തീർത്തും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല എന്നറിഞ്ഞതിന് ശേഷം ഓമനെ അല്പം ഹിസ്റ്റീരിക്കായിരുന്നു. പലപ്പോഴും എന്റെ വീട്ടിൽ വരുമ്പോ എന്റെ പേരക്കിടങ്ങളെയും മറ്റും കണ്ട് ഓമനെ കരയാറുള്ളൂ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ നിരാശയായിരിക്കാം ആത്മഹത്യ കാരണം. ശരി, നാരായണ പോയിക്കോളൂ. ആ മത്തായിയെ വിളിക്കൂ. സർ.